ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എക്സാം റിസൾട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇഗ്നോയിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷവും എക്സാമൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷവും എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഫസ്റ്റ് വരുന്ന ഡൗട്ടായിരിക്കും നമ്മൾ ഏത് സൈറ്റിലൂടെ ആവും ഇഗ്നോയുടെ റിസൾട്ട് അറിയാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ റിസൾട്ട് ഒരുമിച്ച് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ റിസൾട്ട് നോക്കുന്ന സമയത്ത് എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നു. ഇതിന് കാരണം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ റിസൾട്ടൊക്കെ കാണാൻ പറ്റുക? ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള എക്സാം റിസൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇഗ്നോയിൽ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇഗ്നോയുടെ ഗ്രേഡ് കാർഡ് വഴിയായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഗ്രേഡ് കാർഡ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ മാർക്കും അപ്ഡേറ്റ് ആവുന്ന ആ ഒരു കാർഡ്, അല്ലെങ്കിൽ അസൈൻമെൻറ്റിന് നമുക്ക് എത്ര മാർക്ക് ലഭിച്ചു, നമുക്ക് ഏത് ഗ്രേഡ് കിട്ടി, അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷന് നമുക്ക് എത്ര മാർക്ക് കിട്ടി, ഏതിൻ്റെയൊക്കെ വാലുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഇൻഫോർമേഷനൊക്കെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഗ്രേഡ് കാർഡ് വഴി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ അസൈൻമെൻറ്റ് എക്സാം റിസൾട്ടുകൾ കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രേഡ് കാർഡ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഇഗ്നോ ഗ്രേഡ് കാർഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഗ്നോ ഗ്രേഡ് കാർഡ് എന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇഗ്നോ ഗ്രേഡ് കാർഡ് ഗ്രേഡ് കാർഡ് .igno.ac.in എന്നുള്ള ഒരു ഒഫീഷ്യൽ ഇഗ്നോയുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മളുടെ അസൈൻമെൻറ്റിൻ്റെയും ടേം ആൻഡ് എക്സാമിനേഷൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇഗ്നോയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഗ്രേഡ് കാർഡിൻ്റെ, അല്ലെങ്കിൽ നമ്മളുടെ മാർക്ക് ഷീറ്റിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നമുക്ക് മുന്നിൽ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇവിടെ ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഫോർ എൻറോൾമെൻറ്റ് നമ്പർ അങ്ങനെയുള്ള ഒരു ഓപ്ഷനൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് 4 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുത്തിട്ടുള്ളത് BCA, MCA അല്ലെങ്കിൽ MBA, PGDCA ഈ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ നോർമലായിട്ട് ബാച്ചിലർ പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ആർട്സ് അല്ലെങ്കിൽ BA ഹോണേഴ്സ് ഇംഗ്ലീഷ്, എക്കണോമിക്സ് ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ മൂന്നാമതുള്ള CBCS പ്രോഗ്രാം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ പ്രോഗ്രാംസിലൊന്നും ഉള്ള കുട്ടികളല്ല എങ്കിൽ അതർ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ അറിയേണ്ടത് BA ഹോണേഴ്സ് ഇംഗ്ലീഷ് എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫോർ CBCS പ്രോഗ്രാം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അവിടെ ആഡ് ആവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ പ്രോഗ്രാം കോഡ് ഏതാണോ ആ ഒരു പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു BA ഓണേഴ്സ് ഇംഗ്ലീഷിൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റിസൾട്ടാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ BA ഓണേഴ്സ് ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാം കോഡ് വരുന്നത് BAEGH എന്നാണ്. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം കോഡ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ സ്റ്റുഡൻറ്റിൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ ഞാനവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളുടെ പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്ത് എൻറോൾമെൻറ്റ് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയുള്ള സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏതെങ്കിലും അസൈൻമെൻറ്റിൻ്റെയോ ടേം ആൻഡ് എക്സാമിനേഷൻ്റെയോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മാർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രേഡ് കാർഡ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഇൻ കേസ് ഒരു സബ്ജക്റ്റിൻ്റെയും ഒരു മാർക്കും ഇതുവരെ വാല്യൂഷൻ ചെയ്ത് വന്നിട്ടില്ല എങ്കിൽ അവിടെ ഒന്നുകിൽ കാണിക്കുന്നത് എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്നോ, അല്ലെങ്കിൽ ഇൻവാലിഡ് ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഒരു എറർ ആയിരിക്കും കാണിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റിൻ്റെയോ ടേം ആൻഡ് എക്സാമിനേഷൻ്റെയോ മാർക്ക് വന്നിട്ട് എന്നാണ്. ഇപ്പം ഞാൻ ഇവിടെ നോക്കിയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ എക്സാം റിസൾട്ട് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ മാർക്ക് ഇതുവരെ വന്നിട്ടില്ല. ആ കുട്ടി ഫസ്റ്റ് ഇയർ 8 സബ്ജക്റ്റ് എഴുതിയ ഒരു സ്റ്റുഡൻ്റ് ആണ്. പക്ഷേ ഇതുവരെ ആയിട്ടും ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് മാത്രം വന്നിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ സ്റ്റാറ്റസിൽ നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒരു സബ്ജക്റ്റ് എടുത്താൽ അസൈൻമെൻറ്റിൻ്റെയും ടേം ആൻഡ് എക്സാമിനേഷൻ്റെയും മാർക്ക് വന്ന് ആ കുട്ടി പാസ്സാവുന്ന സാഹചര്യത്തിലാണ് സ്റ്റാറ്റസിൽ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് അവിടെ കാണാനായിട്ട് പറ്റുക.
അപ്പോൾ നിങ്ങൾ മേ ബി ചോദിക്കുമായിരിക്കും, ഞാൻ എക്സാം എഴുതിയത് ഒരേ സമയത്താണ്, അല്ലെങ്കിൽ ഒരേ സമയത്ത് രജിസ്റ്റർ ചെയ്ത് ഒരു തവണ പോയി ഒരുമിച്ചാണ് ഫസ്റ്റ് ഇയറിലെ എക്സാം എല്ലാം എഴുതിയത്. പക്ഷേ എൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ, അതെന്തുകൊണ്ടാണ് ഒന്ന് മാത്രം വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നോ രണ്ടോ സബ്ജക്റ്റിൻ്റെ റിസൾട്ട് വന്നത്, ബാക്കി എപ്പോഴാണ് വരിക എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നോർമലി ഈ ഒരു റിസൾട്ട് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ്, മീൻസ് നിങ്ങളുടെ എഴുത്ത് പരീക്ഷ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും റിസൾട്ടുകൾ സാധാരണ നിലയിൽ വന്നു തുടങ്ങുക. ചില സ്റ്റുഡൻസിന് കുറച്ചുകൂടെ നേരത്തെ കിട്ടിയേക്കാം, പക്ഷെ നോർമലി ഇഗ്നോയിൽ നടക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് തൊട്ട് റിസൾട്ടുകൾ വന്നു തുടങ്ങാം. അപ്പോൾ ഈ ഒരു മാസം കഴിയുമ്പോൾ എല്ലാ സ്റ്റുഡൻസിനോട് ഒരുമിച്ച് ഒരിക്കലും റിസൾട്ട് വരില്ല. ഓരോ ആഴ്ചയും കുറച്ച് സ്റ്റുഡൻസിൻ്റെ കുറച്ച് റിസൾട്ടുകൾ വെച്ചായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാ വീക്കും ടേം ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീക്കും ഗ്രേഡ് കാർഡിൽ ഓരോ അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഗ്രേഡ് കാർഡിലൊക്കെ ഓരോ അപ്ഡേറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ഗ്രൂപ്പ് വഴിയൊക്കെ ആ ഒരു അപ്ഡേറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഇതുവരെ നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ പ്രോഗ്രാം വൈസ് ഗ്രൂപ്പിലോട്ടൊക്കെ നിങ്ങൾ ആഡ് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഗ്രേഡ് കാർഡിൻ്റെ കാര്യമാണല്ലേ. അപ്പോൾ എല്ലാ വീക്കും ഗ്രേഡ് കാർഡിൽ ഓരോ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് വീക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റ് മാർക്ക് മാത്രമേ വന്നുള്ളൂ ഇരിക്കുക. അപ്പോൾ സെക്കൻഡ് വീക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക, ഓക്കെ റിസൾട്ട് വന്നിട്ടില്ല. തേർഡ് വീക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണ്. തേർഡ് വീക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെയും കൂടെ റിസൾട്ട് വന്നേക്കാം. അങ്ങനെ ഓരോ വീക്കിലായിട്ടായിരിക്കും ഈ ഒരു റിസൾട്ടുകൾ വരിക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഓരോ സ്റ്റുഡൻസിനും ഓരോ രീതി വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സ്റ്റഡി സെൻറ്റേഴ്സിൽ അത്യാവശ്യം സ്പീഡപ്പ് ആയിരിക്കും കാര്യങ്ങളെല്ലാം. പെട്ടെന്ന് അവർ വാലുവേഷനൊക്കെ ചെയ്ത് പെട്ടെന്ന് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന സെൻറ്റേഴ്സ് ആയിരിക്കും ചിലത്. അപ്പോൾ ആ സെൻറ്ററിലൊക്കെ അസൈൻമെൻറ്റ് വെച്ച കുട്ടികളും എക്സാമൊക്കെ എഴുതിയ കുട്ടികൾക്ക് അവിടേക്കുള്ളവർക്ക് പെട്ടെന്ന് റിസൾട്ടുകൾ വന്നേക്കാം. പക്ഷേ ചില സ്റ്റഡി സെൻറ്റേഴ്സിൽ ഒരുപാട് കുട്ടികളുള്ള എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ അവിടെ കുറച്ച് വാലുവേഷൻ കുറച്ച് പതിയൊക്കെയാണ് പോകുന്നതെങ്കിൽ ആ സെൻറ്റേഴ്സിൽ എഴുതിയ സ്റ്റുഡൻസിന് റിസൾട്ട് കിട്ടാനും ആ ഒരു ഡിലേ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതിയ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് എനിക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ എത്ര കുട്ടികൾ ഇഗ്നോയിൽ എക്സാം എഴുതിയാലും ഓരോ വീക്കിലും ഓരോ അപ്ഡേറ്റ് ഉണ്ടാവും. ആ ഓരോ വീക്കിലും കുറച്ച് റിസൾട്ടേ ഇഗ്നോ പബ്ലിഷ് ചെയ്യുള്ളൂ. സോ നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലാതെ ഗ്രേഡ് കാർഡിൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഒരു സബ്ജക്റ്റിന് റിസൾട്ടേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ബാക്കി സബ്ജക്റ്റ് ഫെയിലായി പോയോ, ഇങ്ങനെയൊന്നുള്ള ഒരു ടെൻഷനും നിങ്ങൾ അടിക്കേണ്ട ആവശ്യമില്ല. ഓരോ സബ്ജക്റ്റിൻ്റെയും റിസൾട്ടുകൾ ഓരോ വീക്കിലൊക്കെ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്തിന് കരുതുന്നുണ്ടാവും ഈ ഓരോ വീക്കിലും റിസൾട്ട് നമ്മൾ വരുമെന്ന് പറഞ്ഞു, അത് എത്ര നാളിങ്ങനെ ഒരു റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കാം എന്ന് നിങ്ങളിപ്പോൾ അടുത്ത് ചോദിച്ചേക്കാം. നോർമലി ഈ ടേം ആൻഡ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് 6 മാസമൊക്കെ എടുക്കും ചില കുട്ടികൾക്ക് എല്ലാ റിസൾട്ടുകളും വന്ന് കഴിയാനായിട്ട്. മീൻസ് ഇപ്പോൾ ഒരുപാട് വലിയ സെൻറ്റേഴ്സൊക്കെ ഉണ്ടല്ലേ ഇഗ്നോയുടെ, അവിടെ ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്ന സെൻറ്ററുകളും ഉണ്ടാവാം. അപ്പോൾ അവിടെയൊക്കെ എക്സാം എഴുതിയ ചില സ്റ്റുഡൻസിന് 6 മാസമൊക്കെ കൊണ്ടായിരിക്കും അവർക്ക് റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ നിങ്ങളുടെ ഈ സ്ക്രീനിൽ കാണുന്ന സ്റ്റുഡൻറ്റ് ഈ 2023 ഡിസംബറിൽ എക്സാം എഴുതിയ ഒരു സ്റ്റുഡൻ്റാണ്. ആ കുട്ടിക്ക് 2 മാസം കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കുട്ടിക്ക് തന്നെ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് 3-4 മാസമൊക്കെ എടുത്തേക്കാം. സോ ഓരോ സ്റ്റുഡൻറ്റും ടെൻഷൻ ആവാതെ നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെയാണ് ഈ ഒരു രീതി വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരുമിച്ച് വരില്ല, ഓരോ കുട്ടികൾക്കും ഓരോ അപ്ഡേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇഗ്നോയിൽ അസൈൻമെൻറ്റിൻ്റെ മാർക്കും ടേം ആൻഡ് എക്സാമിനേഷൻ്റെ മാർക്കൊക്കെ ഈ ഗ്രേഡ് കാർഡിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.